കലോത്സവ വിശേഷങ്ങൾ ചൂടാറാതെ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ കേരള വിഷന്റെ കലോത്സവ പവലിയൻ തുറന്നു. പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പവലിയൻ ഉദ്ഘാടനം ചെയ്തു. വേദികളിൽ നിന്ന് തത്സമയ സംപ്രേഷണവും വിജയികളെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക അഭിമുഖങ്ങളും കേരള വിഷനിൽ ലഭ്യമാകും. മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ നമ്മുടെ കേരള വിഷന്റെ സ്റ്റാളിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടക്കലിൽ നടക്കുന്ന 35ാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ വിശേഷങ്ങൾ ചൂടാറാതെ പ്രേക്ഷകരിലെത്തിക്കാൻ കേരള വിഷനും സജ്ജമായി. പ്രത്യേകം പവലിയൻ ഒരുക്കി തത്സമയ സംപ്രേഷണവുമായി കേരള വിഷൻ ജനങ്ങൾക്കൊപ്പമുണ്ടാകും. കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുള്ള കേരള വിഷന്റെ പ്രത്യേക തത്സമയ പവലിയൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ രണ്ടാം തവണയും ജില്ലാ കലോത്സവം കോട്ടക്കലിൽ വിരുന്നെത്തിയത് കോട്ടക്കലിന്റെ അഭിമാനമേറ്റുന്നുണ്ടെന്നും കലോത്സവ വിശേഷങ്ങൾ തത്സമയം ജനങ്ങളിലെത്തിക്കുന്ന കേരള വിഷൻ പ്രത്യേക അഭിനന്ദനമർഹിക്കുന്നതായും ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള വിഷന്റെ സ്റ്റാളിന്റെ ഉദ്ഘാടനം നമ്മുടെ കോട്ടക്കലിന്റെ പ്രിയപ്പെട്ട MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് അവരോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ കോട്ടക്കലിൽ ഇപ്പം ജില്ലാ കലോത്സവം വന്നിരിക്കുകയാണല്ലോ. അപ്പം MLA രീതിയിലേക്ക് എന്താണ് ഒരു പ്രതികരണം? അല്ല, കോട്ടക്കല് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് തുടർച്ചയായി ജില്ലാ കലോത്സവം നടക്കുന്നത്. ഈ വർഷവും വളരെ ഭംഗിയായി അത് നടത്തുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ PTA-യുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായി വളരെ ഭംഗിയായി കോട്ടക്കലിൻ്റെ ഒരു പ്രൗഢി നിലനിർത്തുന്ന തരത്തിൽ കലയോടും സംസ്കാരത്തോടുമുള്ള ഒരു അഭിനിവേശം നിലനിർത്തുന്ന തരത്തിൽ അതിൻ്റെ പ്രകടനം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം രണ്ടാം തവണയും ജില്ലാ കലോത്സവം കോട്ടക്കൽ എത്തിയിരിക്കുകയാണ്. കലയെയും സാഹിത്യത്തെയും ഒക്കെ എന്നും നെഞ്ചേറ്റിയ ഒരു മണ്ണാണ് കോട്ടക്കലിൻ്റെത്. കുട്ടികളൊക്കെ കലാമേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും വിജയാശംസകൾ. ഇത്തവണ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു. എല്ലാ സബ് കമ്മിറ്റികളും ഒന്നിലൊന്ന് മെച്ചമെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും കോട്ടക്കലിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ സംസ്ഥാന കലോത്സവത്തേക്കാൾ വലിയ രീതിയിൽ പങ്കാളിത്തമുള്ള വിവിധ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുള്ള സംഘാടകരുടെ മികവിനാലും വളരെയധികം പ്രത്യേകതയുള്ള ഒരു കലോത്സവമായി ഈ കലോത്സവം മാറും. കോട്ടക്കൽ നഗരസഭാധ്യക്ഷ ഡോക്ടർ K ഹനീഷ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VKM ഷാഫി, ബഷീർ രണ്ടത്താണി, TPM ബഷീർ, നഗരസഭാ കൌൺസിലർ സനില പ്രവീൺ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ മാമ്പ്ര, ഡയറക്ടർ ഷിഹാബ് തെക്കയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. കലോത്സവ വേദികളിൽ നിന്നുള്ള കലാമത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങളും വിജയികളെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക അഭിമുഖങ്ങൾ പവലിയനിൽ നിന്നും കലോത്സവ വാർത്തകളും കേരള വിഷൻ അനുനിമിഷം നഷ്ടമാകാതെ പ്രേക്ഷകരിലെത്തിക്കും. കലോത്സവ നഗരിയിൽ നിന്നും ടീം കേരള വിഷൻ.